യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമാകുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരവാണ് ചൈനീസ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതോടെ വരും ദിവസങ്ങളിൽ ഇത്തരം നടപടികൾ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. പകരത്തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് തുടക്കമിട്ടത് ട്രംപാണ്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ തീരുവകൾ താൽക്കാലികമായി നിർത്തിവെച്ച ട്രംപ് ചൈനയ്ക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ്. അതേസമയം തങ്ങളുടെ രാജ്യത്തെ ഒരു വിമാന കമ്പനിയും അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ജെറ്റുകൾ വാങ്ങരുതെന്നും ചൈനീസ് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളായ അമേരിക്കയും ചൈനയും താരിഫ് യുദ്ധം നടത്തുകയാണ്. യുഎസ് ചൈന തീരുവകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് നിലവിൽ 145% വരെയാണ് തീരുവ ചുമത്തിയിരിക്കുന്നത്. യുഎസ് നീക്കത്തെ ഏതാണ്ട് നിയമവിരുദ്ധമായ ഭീഷണിയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചൈനീസ് സർക്കാരും ഇതിനെതിരെ പ്രതികരിച്ചു. ഇതിനെ മുൻനിർത്തി അമേരിക്കൻ ഇറക്കുമതികൾക്ക് 125% തീരുവയാണ് ചൈന ചുമത്തിയത്. ഇനിയും തീരുവ വർദ്ധിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചാലും തങ്ങൾ പ്രതികാരം ചെയ്യില്ലെന്നും അവർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ജെറ്റുകൾ വാങ്ങരുതെന്ന് ചൈനീസ് സർക്കാർ അപ്രതീക്ഷിതമായി ചൈനീസ് വിമാന കമ്പനികൾക്ക് ഉത്തരവിട്ടതെന്ന് ബ്ലൂംബെർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ചൈനയിൽ നിന്നുള്ള ഈ ഉത്തരവ് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും. ജെറ്റ് വിമാന നിർമ്മാണത്തിൽ ബോയിങ്ങും എയർബസും മാത്രമാണ് ലോകത്ത് ആധിപത്യം പുലർത്തുന്നത് എന്നതിനാൽ ആർക്കാണ് നഷ്ടം? സമീപ വർഷങ്ങളിലെ നിരവധി അപകടങ്ങൾക്ക് ശേഷം ബോയിങ് വിമാനങ്ങൾക്ക് ഇതിനകം തന്നെ ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. ഓർഡറുകളും കുറഞ്ഞു. ഈ സാഹചര്യത്തിൽ ചൈനയും മുന്നോട്ടു പോയി അവരുടെ വിമാനങ്ങൾ നിലത്തിറക്കുകയാണെങ്കിൽ അത് ബോയിങ്ങിന് വലിയ തിരിച്ചടിയാകും. കൂടാതെ ബോയിങ്ങിന്റെ എല്ലാ ഫാക്ടറികളും അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർഡറുകൾ നഷ്ടപ്പെടുകയും ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വരികയും ചെയ്താൽ അത് അമേരിക്കക്കാരെ വളരെയധികം ബാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെറ്റ് വിമാന നിർമ്മാണ ബിസിനസ്സിൽ ബോയിങ്ങും എയർബസും മാത്രമേ ഉള്ളൂ. ബോയിങ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായാണ് എയർബസ് വികസിപ്പിച്ചെടുത്തത്. ബോയിങ് നിരോധിച്ചതോടെ ചൈനീസ് വിമാന കമ്പനികൾ ഇനി എയർബസിലേക്ക് തിരിയും. അതവർക്ക് ഗുണകരമാകുമെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ കമ്പനികളിൽ നിന്ന് ജെറ്റുകൾ മാത്രമല്ല വിമാനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഭാഗങ്ങളും വാങ്ങുന്നത് നിർത്താൻ ബീജിംഗ് തങ്ങളുടെ വിമാന കമ്പനികളോട് ഉത്തരവിട്ടിരുന്നു. ജെറ്റുകൾ നേരിട്ട് വാങ്ങുന്നതിന് പകരം പാട്ടത്തിനെടുത്ത് ഉപയോഗിക്കാനാണ് ചൈനീസ് കമ്പനി ബോയിങ്ങിനോട് ഉപദേശിച്ചത്.